ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി അതിഥികൾ വന്നാൽ ഇപ്പോൾ എന്ത് പാചകം ചെയ്യും എന്ന് നമ്മൾ ഒന്ന് ടെൻഷനാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ 30 മിനിറ്റിൽ 4 കറികൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാൻ സാമ്പാറാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പരിപ്പ്, ആവശ്യത്തിന് പച്ചക്കറികൾ. ഇവിടെ ഞാൻ കുമ്പളങ്ങ, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് ഇത്രയേ എടുത്തുള്ളൂ. ഇനി കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. പച്ചക്കറികൾ വെന്തു വരുമ്പോഴേക്കും നല്ല ടേസ്റ്റായ തക്കാളി മോരുകറി ഉണ്ടാക്കാം. ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു സബോള അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. സബോള ഒന്ന് വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് തൈര്, കുറച്ചും കൂടി വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഒന്ന് ചൂടായ മതി, തിളയ്ക്കേണ്ട. ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി മോരുകറി. എന്ത് പെട്ടെന്ന് തയ്യാറായേ നമ്മുടെ തക്കാളി മോരുകറി. ഇനി നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് പോകാം. ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിനു ശേഷം കാബേജും ക്യാരറ്റും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി, 3 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ക്യാരറ്റും കാബേജും ഒന്ന് വാടി വരുമ്പോൾ തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും സാമ്പാർ കഷ്ണങ്ങൾ വെന്തു വന്നിട്ടുണ്ട്. നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. കുക്കർ തുറന്ന് അതിലേക്ക് തക്കാളി, വെണ്ടയ്ക്ക, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. തക്കാളിയും വെണ്ടയ്ക്കയും വെന്തു വരുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ചു വരുമ്പോൾ സാമ്പാർ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ചു വരുമ്പോൾ താളിച്ചൊഴിക്കണം.
ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുക്കാം. ഈ താളിപ്പ് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ. ഇനി നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ കടുക്, 3 പച്ചമുളക്, ആവശ്യത്തിന് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർക്കണം. കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഒന്ന് ചൂടായാൽ മതി. ഇനി ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കയ്പയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അത് ഒന്ന് വറുത്ത് വരുമ്പോൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്പയ്ക്ക പച്ചടി. എന്ത് എളുപ്പമാണ്, പെട്ടെന്ന് റെഡിയായില്ലേ നമ്മുടെ കയ്പയ്ക്ക പച്ചടി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇത്തരത്തിലുള്ള ഈസി കുക്കിംഗ് ഐഡിയ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.